നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബലം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയ ശതമാനം കുറഞ്ഞു. 77.81% ഇത്തവണത്തെ വിജയം. അക്കിക്കാവിൽ നിയന്ത്രണം വിട്ട ഗ്യാസ് വിതരണ വണ്ടിയിടിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. സൈക്കിൾ യാത്രികനായ കൊരട്ടിക്കര കൊച്ചുപറമ്പിൽ മെഹബൂബിന്റെ മകൻ ഫൗസിയാനാണ് മരിച്ചത്. ഞമനേങ്ങാട് നമ്പീശൻപടി റോഡിൽ ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തടം സെന്ററിന് സമീപം റോഡിന്റെ വശം ഇടിഞ്ഞു താണു. നിർമ്മാണത്തിലെ അപാകതയാണെന്ന് കാരണമെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. കൈപ്രമ്പ് തലക്കോട്ടുകര റോഡിൽ സെന്റ് ജോസഫ് കപ്പേളയ്ക്ക് സമീപം KSRTC ദീർഘദൂര സൂപ്പർഫാസ്റ്റ് ബസ് കുടുങ്ങി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി യാത്രക്കാർ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. വാർത്തകൾ വിശദമായി. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബലം പ്രഖ്യാപിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയാണ് ബലപ്രഖ്യാപനം നടത്തിയത്. 77.81% ഇത്തവണത്തെ വിജയം. കഴിഞ്ഞ വർഷം 78.69% കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം വിജയ ശതമാനം കുറഞ്ഞു. ജൂൺ 21 മുതൽ സേ പരീക്ഷ ആരംഭിക്കും. 3,70,642 വിദ്യാർത്ഥികളാണ് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയത്. ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് 2,88,394 വിദ്യാർത്ഥികളാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 2,06,178 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. 70.06% വിജയം. മുൻവർഷം 71.42% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ വിജയ ശതമാനം. വൊക്കേഷണൽ വിഭാഗത്തിലും വിജയശതമാനം കുറഞ്ഞിട്ടുണ്ട്. വിജയശതമാനം കൂടുതൽ വയനാടും കുറവ് കാസർഗോഡ് ജില്ലയിലുമാണ്. 193 പേർ ഫുൾ A+ നേടിയിട്ടുണ്ട്. 2025 മാർച്ച് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 2002 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,70,642 പേർ പരീക്ഷ എഴുതി. പരീക്ഷയിൽ 2,80,8,394 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയം 77.81%. അക്കിക്കാവിൽ നിയന്ത്രണം വിട്ട ഗ്യാസ് വിതരണ വണ്ടിയിടിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റു. സൈക്കിൾ യാത്രികനായ പെരുമ്പിലാവ് പാതാക്കര കൊച്ചുപറമ്പിൽ മെഹബൂബിന്റെ മകൻ 14 വയസ്സുള്ള അൽഫൌസിയാനാണ് മരിച്ചത്. സ്കൂട്ടർ യാത്രക്കാരനായ കൊങ്ങണൂർ വന്നേരിവളപ്പിൽ സുലൈമാനാണ് പരിക്കേറ്റത്. അക്കിക്കാവ് ജംഗ്ഷനിൽ വ്യാഴാഴ്ച രാവിലെ 10:30 അപകടം. പരിക്കേറ്റ വിദ്യാർത്ഥിയെ നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. വെള്ളിയാഴ്ച രാവിലെ പരുവക്കുന്ന് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കാരം നടത്തും. നിയന്ത്രണം വിട്ട് ഗ്യാസ് വണ്ടി സൈക്കിളിലും സ്കൂട്ടറിലും കാറിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. ഭാരത് ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന പിക്കപ്പ് വാനാണ് അപകടം വരുത്തിയത്. അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. വാഹനവും ഡ്രൈവറെയും കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ട്യൂഷൻ കഴിഞ്ഞ് റോഡ് മുറിച്ചു കടക്കാൻ നിൽക്കുന്നതിനിടയിലാണ് ഫൗസിയാനെ വാഹനം ഇടിച്ചു തെറിപ്പിച്ചത്. ശരീരത്തിലൂടെ വാഹനം കയറിയിറങ്ങി. അക്കിക്കാവ് TMVHS സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. സുലൈഖ മാതാവും അഫ്ലഹ് സഹോദരനുമാണ്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തടം സെന്ററിന് സമീപം റോഡിന്റെ വശം ഇടിഞ്ഞു താണു. നിർമ്മാണത്തിലെ അപാകതയാണ് കാരണമെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. പന്നിത്തടം സെന്ററിന് സമീപം നിർമ്മാണം കഴിഞ്ഞ ഭാഗത്താണ് റോഡ് വിണ്ടുപൊട്ടുകയും ഐറിഷ് കോൺക്രീറ്റ് ഇടിഞ്ഞു താഴുകയും ചെയ്തത്. ബുധനാഴ്ച രാത്രിയിൽ ഭാരം കയറ്റിയ വാഹനം വശം ഒതുക്കിയപ്പോഴാണ് റോഡ് തകർന്നത്. റോഡിന്റെ അരികുവശത്ത് ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് ഇടിഞ്ഞു താണു. റോഡിന്റെ വശങ്ങളിൽ വിള്ളലുകൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എസ്റ്റിമേറ്റിൽ നിർദ്ദേശങ്ങൾക്ക് വിപരീതമായി തീർത്തും കനം കുറഞ്ഞ രീതിയിലാണ് പല ഭാഗങ്ങളിലും ടാറിങ്ങും കോൺക്രീറ്റും നടത്തിയിട്ടുള്ളതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. കേരളത്തിലെ പ്രധാന ബൈപ്പാസ് റോഡുകളിലൊന്നാണ് അക്കിക്കാവ് കേച്ചേരി റോഡ്. കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിലൂടെ സഞ്ചരിക്കുക. 9.5 കിലോമീറ്ററുള്ള റോഡ് 48 കോടി രൂപ ചെലവഴിച്ചാണ് പുനർനിർമ്മാണം നടത്തുന്നത്. BMBC നിലവാരത്തിലുള്ള റോഡിന്റെ നിർമ്മാണം നടത്തുന്നത് കിഫ്ബിയാണ്. റോഡ് അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മാണം നടത്തുന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എസ്റ്റിമേറ്റിലുള്ള അളവനുസരിച്ച് നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കുന്നില്ലെന്നും
ആവശ്യമായ സ്ഥലങ്ങളിൽ കാനകൾ നിർമ്മിച്ചിട്ടില്ല എന്നും പല പ്രദേശങ്ങളിലും കൃത്യമായ വീതിയിലല്ല റോഡിന്റെ നിർമ്മാണമെന്നും ആരോപണമുണ്ട്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ചേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അതിന്റെ പണി ഏറെക്കുറെ പൂർത്തീകരിച്ചു. ഇപ്പോഴും പല ഭാഗങ്ങളിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐറിഷ് കോൺക്രീറ്റ് വർക്ക് ഇടിഞ്ഞു താന്നിരിക്കുകയാണ്. റോഡിന്റെ സൈഡിലെ ടാറിങ്ങും കൂടി അതിന്റെ കൂടെ ഇടിഞ്ഞു പോയിരിക്കുകയാണ്. ഈ നിലയ്ക്കാണെങ്കിൽ ഇനിയും പല ഭാഗങ്ങളിലും ഈ ഇത്തരം അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഇത്തരം പ്രവണതകൾ ഈ നാടിന്റെ വികസനത്തിന് വളരെ ആപത്താണ്. വളരെയധികം ശക്തമായ പ്രതിഷേധം കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ വിഷയത്തിൽ മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഞങ്ങൾ ഈ റോഡ് പണിയിലെ അശാസ്ത്രീയതയും അഴിമതിയും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടാൻ പോവുകയാണ്. ഇതാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. UDF കടങ്ങോട് മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത്, കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം, ബ്ലോക്ക് സെക്രട്ടറിമാരായ TK സുബ്രഹ്മണ്യൻ, MH നൌഷാദ്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചിറമനേങ്ങാട്, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിനയകുമാർ, മുൻ മണ്ഡലം പ്രസിഡന്റ് സിംസൺ വി മാണി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കൈപ്രമ്പ് തലക്കോട്ടുകര റോഡിൽ സെന്റ് ജോസഫ് കപ്പേളയ്ക്ക് സമീപം KSRTC ദീർഘദൂര സൂപ്പർ ഫാസ്റ്റ് ബസ് കുടുങ്ങി. ബുധനാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി യാത്രക്കാർ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. സുൽത്താൻ ബത്തേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന KSRTC സൂപ്പർ ഫാസ്റ്റാണ് കുടുങ്ങിയത്. കേച്ചേരിയിലെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് വാഹനങ്ങളെല്ലാം ഈ വഴിയിലൂടെയാണ് കടന്നുപോകുന്നത്. ബസിന്റെ റൈറ്റ് സൈഡിലെ ഫ്രണ്ടും ബാക്കും വീലുകൾ മുഴുവനായും റോഡിൽ താഴ്ന്ന നിലയിലാണ്. മുൻപ് ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി കാന കീറി പൈപ്പിട്ട് മൂടിയതായിരുന്നു. അന്ന് മൂടിയത് ശരിയായില്ലെന്ന് പറഞ്ഞ് വീണ്ടും ആ കാന കോരി ലക്ഷങ്ങൾ ചെലവാക്കി. ഇപ്പോൾ റീസ്റ്റോർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാനയിലാണ് ബുധനാഴ്ച ബസ് കുടുങ്ങിയത്. മുൻപ് മണ്ണിട്ട് മൂടിയ കാന കഴിഞ്ഞ മഴകളിലും വാഹനങ്ങൾ പോയും ഉറച്ചതായിരുന്നു. അതാണ് വീണ്ടും റിസ്റ്റോറിനു വേണ്ടി മാന്തിയിട്ടുള്ളത്. 9 കൊല്ലമായി തകർന്നു തരിപ്പണമായ റോഡ് നന്നാക്കുന്നതിനേക്കാൾ അധികാരികൾ മുൻതൂക്കം കാണിക്കുന്നത് ഈ അടുത്ത കാലത്ത് വെള്ളം കിട്ടാൻ സാധ്യത പോലുമില്ലാത്ത ജൽജീവൻ പദ്ധതിക്കാണെന്നും ഈ മേഖലയിൽ ആരും രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിൽ വലയുന്നില്ലെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. ഞമനേങ്ങാട് നമ്പീശൻപടി റോഡിൽ ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. സൈക്കിൾ യാത്രികരായ ഞമനേങ്ങാട് സ്വദേശി 14 വയസ്സുള്ള വലിയ വളപ്പിൽ അഭീഷ്, നമ്പീശൻപടി സ്വദേശി ചേമ്പിൽ അനൈ, ബൈക്ക് യാത്രികൻ തമ്പുരാൻപടി കുഴപ്പമാടം വീട്ടിൽ അഖിനവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3:40 പോസ്റ്റ് ഓഫീസിന് സമീപമായിരുന്നു അപകടം. പ്രദേശത്തെ കിടപ്പിലായ മറ്റൊരു രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസ് വരുന്നതിനിടെയാണ് അപകടമേറ്റ റോഡിൽ കിടക്കുന്ന മൂവരെയും കണ്ടത്. സാരമായി പരിക്കേറ്റ മൂവരെയും കുന്നംകുളം വി ഹെൽപ്പ് ആംബുലൻസ് പ്രവർത്തകർ ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിൽ പോർക്കുളം പഞ്ചായത്ത് വാതക ക്രിമിറ്റോറിയത്തിന്റെ വലിയ പുകക്കുഴൽ ഒടിഞ്ഞ് സമീപമുള്ള പ്ലാസ്റ്റിക് കമ്പനിയുടെ മുകളിലേക്ക് വീണു. പ്ലാസ്റ്റിക് കമ്പനിയുടെ 20ഓളം അലുമിനിയം ഷീറ്റ് തകർന്നു. കമ്പനിക്കുള്ളിൽ ജോലിക്കാരുണ്ടായിരുന്നെങ്കിലും ശബ്ദം കേട്ട് ഇവർ ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കമ്പനി ഉടമ കോട്ടോൽ സ്വദേശി സ്റ്റാൻലി ജാനിഷ് പറഞ്ഞു. മേൽക്കൂര തകർന്നതോടെ യന്ത്രങ്ങൾ മഴ നനയാതിരിക്കാൻ ടാർപോളിൻ കൊണ്ട് മൂടിയിരിക്കുകയാണ്. വ്യാഴാഴ്ച രാവിലെ ക്രെയിൻ ഉപയോഗിച്ച് പൈപ്പ് പൊക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. കടപ്പുറം അഞ്ചങ്ങാടിയിൽ ശക്തമായ കാറ്റിലും മഴയിലും മാവിന്റെ കൊമ്പൊടിഞ്ഞു വീണു. ഒഴിവായത് വലിയ ദുരന്തം. മാളിയേക്കൽ മുഹമ്മദ് കുട്ടിയുടെ വീട്ടുവളപ്പിലെ മാവിന്റെ വലിയ കൊമ്പാണ് ഒടിഞ്ഞു വീണത്. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. കൊമ്പ് ഒടിഞ്ഞു വീഴുന്നതിന് ഏതാനും മിനിറ്റ് മുമ്പാണ് കുഞ്ഞുങ്ങൾ ഇവിടെ ഊഞ്ഞാലാടിയിരുന്നത്. മഴ ശക്തമായതോടെ കുട്ടികൾ വീടിനുള്ളിലേക്ക് ഓടിക്കയറിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ചെറിയ കാറ്റും മഴയും ഉണ്ടായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് മാവിൻ്റെ ഏറ്റവും വലിയ ഭാഗം കൊമ്പുകൾ വീണത്. അതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് ഇവിടെ ഇരുന്ന് എൻ്റെ പേരക്കുട്ടി ഊഞ്ഞാലാടിയിരുന്നതാണ്. മഹാഭാഗ്യത്തിന് അവനവിടുന്ന് പോയത് കാരണം രക്ഷപ്പെട്ടു. 2 പോസ്റ്റ് ഇലക്ട്രിസിറ്റി പോസ്റ്റ് 2 ഒടിഞ്ഞിട്ടുണ്ട്. അത് മാറ്റണം. വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് ചെറുതായിട്ട് കൊമ്പ് വീണിട്ടുണ്ട്. ടാറിംഗ് കഴിഞ്ഞ ദിവസങ്ങൾ പിന്നീട് മുൻപേ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നതിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്
ബ്രഹ്മകുളം ബീവറേജിന് സമീപം കൾവർട്ടിനോട് ചേർന്ന് 2 ആഴ്ച മുൻപ് ടാറിംഗ് പൂർത്തീകരിച്ച റോഡാണ് താഴ്ന്ന വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നത്. കൾവർട്ടിനോട് ചേർന്നുള്ള ഭാഗത്ത് അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് റോഡ് താഴ്ന്ന് അപകടാവസ്ഥയിലാവുന്നതിന് ഇടയാക്കിയത്. യൂത്ത് കോൺഗ്രസ് തൈക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിന്റെ ഇടിഞ്ഞ ഭാഗത്ത് കൊടിനാട്ടി സമരം സംഘടിപ്പിച്ചു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AR അരുൺ അധ്യക്ഷനായി. DCC അംഗം AT സ്റ്റീഫൻ മാസ്റ്റർ, കൗൺസിലർ BV ജോയ്, മുൻ കൗൺസിലർ AP ബാബു, മണ്ഡലം ജനറൽ സെക്രട്ടറി MV ബിജു, യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജെയ്സൺ ആൻഡോ, ജിതിൻ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പതിയാരം കാവാലൻചിറയിൽ നിക്ഷേപിച്ച മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തുപൊങ്ങി. അശാസ്ത്രീയമായ രീതിയിൽ വളർത്തു മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചതാണ് ചാകാൻ കാരണമെന്ന് വിദഗ്ധരായ മത്സ്യകർഷകർ പറയുന്നു. ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഫിഷറീസ് വകുപ്പാണ് ഗ്രാമപഞ്ചായത്ത് വഴി മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നത്. ഇത്തരത്തിൽ ലഭിച്ച മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് കാവാലൻചിറ കുളത്തിൽ നിക്ഷേപിച്ചത്. 2 നെറ്റുകൂടുകളിലായിട്ടാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുന്നത്. ഇവ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ അവസ്ഥയിലാണ്. രൂക്ഷമായ ദുർഗന്ധവും പരിസരത്ത് അനുഭവപ്പെടുന്നുണ്ട്. വെള്ളത്തിലെ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ മൂല്യത്തിലുള്ള വ്യതിയാനമാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ചാവാൻ ഇടയാക്കിയതെന്നാണ് വിദഗ്ധർ പറയുന്നത്. നിലവിലെ കാലാവസ്ഥ മത്സ്യനിക്ഷേപത്തിന് അനുകൂലമല്ലെന്നും മഴ പെയ്യുമ്പോൾ pH-ന്റെ അളവ് 7-ൽ നിന്ന് 4 കുറയുമെന്നും നെറ്റ് കെട്ടി തടഞ്ഞിട്ടതും വെള്ളത്തിന്റെ സാന്ദ്രത വർദ്ധിച്ചതുമാകാം മത്സ്യക്കുഞ്ഞുങ്ങൾ ചാവാൻ കാരണമെന്നാണ് വിദഗ്ധരായ കർഷകർ പറയുന്നത്. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് MDMA-യുമായി ഓട്ടോറിക്ഷ ഡ്രൈവർ പിടിയിൽ. തൈവളപ്പിൽ വീട്ടിൽ 42 വയസ്സുള്ള സനീഷാണ് പിടിയിലായത്. ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സിനോജിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡാണ് പ്രതിയെ ഇരിങ്ങപ്പുറത്തു നിന്നും വീട്ടിൽ നിന്നും പിടികൂടിയത്. പരിശോധനയ്ക്കിടെ പോലീസിന് നേരെ ആക്രമം കാട്ടിയ പ്രതിയെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി. ഇയാൾക്ക് രാസലഹരി കച്ചവടം ഉണ്ടെന്ന വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇയാൾ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലുമായിരുന്നു. കാലവർഷം 3 ദിവസത്തിനകം കേരള തീരം തൊടും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയുണ്ടായി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. മധ്യകിഴക്കൻ അറബിക്കടലിൽ കർണാടക, ഗോവ തീരത്തിനോട് ചേർന്ന് രൂപപ്പെടുന്ന ന്യൂനമർദ്ദം അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കും. കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴ നാളെ മുതൽ ശക്തമാകുമെന്നാണ് അറിയിപ്പ്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ലക്ഷ്യം വെച്ച് ഗുരുവായൂർ നഗരസഭ ജനകീയ ആസൂത്രണം വഴി നടപ്പിലാക്കുന്ന ചട്ടികളുടെ നഗരസഭാ തല വിതരണ ഉദ്ഘാടനം നടന്നു. K. ദാമോദരൻ ലൈബ്രറി ഹാളിൽ നടന്ന വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് നിർവഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷയായി. 2024-25 സാമ്പത്തിക വർഷത്തിൽ 18 ലക്ഷം രൂപ വകയിരുത്തി 1098 കുടുംബങ്ങൾക്കാണ് ചട്ടി, വളം, തക്കാളി, കൊത്തമര, വെണ്ടയ്ക്ക എന്നീ പച്ചക്കറി തൈകളും വിതരണം ചെയ്തത്. നിർവഹണ ഉദ്യോഗസ്ഥ ശശീന്ദ്ര പദ്ധതി വിശദീകരണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി ഓഫീസർമാർ, അസിസ്റ്റന്റുമാർ, ADS അംഗങ്ങൾ, കാർഷിക ക്ലബ് അംഗങ്ങൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത പാലത്തിൽ കഴിഞ്ഞ ദിവസം വിള്ളൽ രൂപപ്പെട്ടതിൽ അഴിമതി ആരോപിച്ച് UDF ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. താലൂക്ക് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി സിവിൽ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻ RV അബ്ദുറഹീം അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ മണ്ഡലം UDF കൺവീനർ KV ഷാനവാസ്, DCC ജനറൽ സെക്രട്ടറി KD വീരമണി, അരവിന്ദൻ പല്ലത്ത്, RP ബഷീർ, തോമസ് ചിറമൽ, CA ഗോപപ്രതാപൻ, TV ഉമ്മർകുഞ്ഞ്, KV യൂസഫ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി.
ദേശീയപാതയിൽ പുതുതായി സ്ഥാപിച്ച ദിശാ ബോർഡ് യാത്രക്കാരെ വട്ടം കറക്കുന്നു. തൃശൂരിലേക്ക് ബോർഡ് നോക്കി പോയാൽ ചെന്നെത്തുക കുറ്റിപ്പുറത്ത്. ദേശീയപാത അധികൃതർ ജില്ലാ അതിർത്തിയായ കാപ്പിരിക്കാട് സ്ഥാപിച്ച ദിശാ ബോർഡിലാണ് വളഞ്ഞു തിരിഞ്ഞ് തൃശൂരിലേക്ക് പോകേണ്ട ഗതികേട് യാത്രക്കാർക്കുണ്ടാകുന്നത്. പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കിലാണ് ഇടത്തോട്ട് തിരിഞ്ഞാൽ പാലപ്പെട്ടി എന്നും നേരെ പോയാൽ തൃശൂർ എന്നും കാണിച്ചിട്ടുള്ളത്. തൃശൂരിൽ നിന്ന് ദേശീയപാത വഴി കോഴിക്കോട്, മലപ്പുറം, കുറ്റിപ്പുറം എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ തെറ്റായ ബോർഡ് കാണുന്നത് മൂലം വാഹനം നിർത്തി ചോദിച്ചറിയേണ്ട ഗതികേടാണ് ഉണ്ടാകുന്നത്. ബോർഡിൽ വിശ്വാസമർപ്പിച്ച് നേരെ യാത്ര ചെയ്താൽ കുറ്റിപ്പുറത്താണ് എത്തുക. വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസകളിലെ 2024-25 അധ്യയന വർഷത്തെ 5-8 ക്ലാസുകളിലെ പൊതുപരീക്ഷാ ഫലം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി പ്രഖ്യാപിച്ചു. 5ാം തരത്തിൽ 91.3%, 8ാം തരത്തിൽ 88.35% വിജയം. 8ാം തരത്തിൽ മലപ്പുറം നോർത്ത് ജില്ലയിലെ പെരിന്താട്ടിരി അൽഫുർഖാൻ സലഫി മദ്രസയിലെ നൈമാനുഹ 99.25% മാർക്കോടെ 1ാം റാങ്ക് നേടി. കണ്ണൂർ ജില്ലയിലെ തയ്യൽ മദ്രസത്തുൽ ഇസ്ലാഹിയയിലെ ഫാത്തിമ KR 99% മാർക്കോടെ 2ാം റാങ്കും, കമ്പിൽ മദ്രസത്തുൽ മുജാഹിദീനിലെ ഷസ്ന CK 98.75% മാർക്കോടെ 3ാം റാങ്കും കരസ്ഥമാക്കി. 5ാം തരത്തിൽ മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ കരുവാരകുണ്ട് മരുതുങ്കൽ അൽ മദ്രസത്തുൽ ഇസ്ലാഹിയയിലെ ആയിഷ നിമ 99.25% മാർക്കോടെ 1ാം റാങ്ക് നേടി. കോഴിക്കോട് നോർത്ത് ജില്ലയിലെ പൂനൂർ സലഫി മദ്രസയിലെ ഫലഹ് അബ്ദുള്ള CP 98.5% മാർക്കോടെ 2ാം റാങ്കും, വയനാട് ജില്ലയിലെ മാനന്തവാടി സലഫി മദ്രസയിലെ ഫിദ ഫാത്തിമ, കോഴിക്കോട് നോർത്ത് ജില്ലയിലെ പേരാമ്പ്ര അൽഹിക്കമ ഇസ്ലാഹിയ മദ്രസയിലെ ആയിഷ അമാൻ എന്നിവർ 98.25% മാർക്കോടെ 3ാം റാങ്കും കരസ്ഥമാക്കി. സർട്ടിഫിക്കറ്റുകൾ ജൂലൈ അവസാന വാരം മദ്രസകൾ വഴി വിതരണം ചെയ്യും. പുനർമൂല്യനിർണ്ണയത്തിന് മെയ് 25-ന് മുമ്പായി മദ്രസ പോർട്ടൽ വഴി അപേക്ഷിക്കാം. മെയ് 30-ന് പുനർമൂല്യനിർണ്ണയത്തിന്റെ ഫലം പ്രഖ്യാപിക്കും. ജൂൺ 1 മുതൽ 3 വരെ സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ നൽകാം. ജൂൺ 28 മുതൽ 30 വരെയാണ് സേ പരീക്ഷ. പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ പൗരാവലി ശതാഭിഷേക നിറവിൽ നിൽക്കുന്ന അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ DM വാസുദേവൻ സമാദരണം നൽകുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 25-ന് രുക്മിണി റീജൻസിയിൽ നടക്കുന്ന സമാദരണ സദസ്സ് ജസ്റ്റിസ് K നാരായണക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്യും. സ്വാമി ഉദിത് ചൈതന്യ അധ്യക്ഷത വഹിക്കും. ഡോക്ടർ VK വിജയൻ, സ്വാമി സന്മയാനന്ദ സരസ്വതി, ഡോക്ടർ പ്രതാപൻ നായർ, ഡോക്ടർ പ്രണവ് തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, V അച്യുതക്കുറുപ്പ്, ഡോക്ടർ KB പ്രഭാകരൻ, മധു K നായർ, മണലൂർ ഗോപിനാഥ്, ശ്രീകുമാർ P നായർ, ജയൻ മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടിയിലെ തിരുഹൃദയ ഫൊറോന പള്ളിയിലെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന കൃപാഗ്നി കൺവെൻഷൻ ആരംഭിച്ചു. പ്രശസ്ത വചന പ്രഘോഷകനും രോഗശാന്തി ശുശ്രൂഷകനുമായ ബ്രദർ സാബു ആറുതൊട്ടിയിലാണ് കൺവെൻഷൻ നയിക്കുന്നത്. പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ G സക്കരപ്പറ്റിയേക്കൽ, ഡീക്കൻ വിൻസ് മുട്ടത്തിൽ, മദർ സിസ്റ്റർ വിനീത മാത്യു, നടത്തുകാരൻ MV ഷാൻഡോ, തിരുനാൾ ജനറൽ കൺവീനർ KC ഡേവിസ്, കൺവെൻഷൻ കൺവീനർ CK ജോർജ് എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. മെയ് 25 വരെയാണ് കൺവെൻഷൻ നടക്കുക. ജൂൺ 26, 27 തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. സിറ്റി ലോനപ്പൻ ഗുരുക്കൾ അനുസ്മരണവും സംസ്ഥാനതല കളരിപ്പയറ്റ് ക്വിസ് മത്സരവും ജൂൺ 8-ന് വൈകിട്ട് 3 മണിക്ക് ഗുരുവായൂർ മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോനപ്പൻ ഗുരുക്കൾ അനുസ്മരണ സദസ്സ് ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ സെക്രട്ടറി KP ദിനേശൻ ഗുരുക്കൾ മുഖ്യ അനുസ്മരണം നടത്തും. സിനി ആർട്ടിസ്റ്റ് ശിവജി ഗുരുവായൂർ ആദരണവും സമ്മാനദാനവും നിർവഹിക്കും. തൃശൂർ ജില്ലാ യോഗ സ്പോർട്സ് അസോസിയേഷൻ പ്രസിഡന്റ് ധന്യ ഹരിദാസിനെ സമ്മേളനത്തിൽ ആദരിക്കും. ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലർ ശോഭ ഹരിനാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. കളരിപ്പയറ്റിന്റെ ചരിത്രം, കളരി വർത്തമാനകാല സംഭവങ്ങൾ, കളരി ആയുധങ്ങൾ എന്നിവയെ ആസ്പദമാക്കിയാണ് കളരിപ്പയറ്റ് ക്വിസ് മത്സരം നടക്കുക. 5000, 3000, 2000, 1000, 500 രൂപ എന്നിങ്ങനെ യഥാക്രമം 5 സ്ഥാനം നേടുന്നവർക്കും 6 മുതൽ 15ാം സ്ഥാനം വരെ നേടുന്നവർക്ക് 250 രൂപ വീതവും ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും നൽകും. മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രായപരിധിയില്ല. രജിസ്ട്രേഷൻ സൗജന്യമാണ്. രജിസ്ട്രേഷനായി 9846160704 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും ഭാരവാഹികളായ K വാസുദേവൻ നമ്പൂതിരി, KP ഉദയൻ, രാജേന്ദ്രൻ കണ്ണത്ത്, ഗിരീഷ് തൊടുവിൽ, ജോസ് P, ജോയ്സൺ മാങ്ങൻ, PR ഡെന്നി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കാവീട് സെന്റ് ജോസഫ് ഇടവകയുടെ ഇടവക ദിനം ഇടവകയിലെ വിവിധ യൂണിറ്റുകളിലും ഭക്തസംഘടനകളും കൂടി സംയുക്തമായി ആഘോഷിച്ചു. ഫാദർ ജോസഫ് ചൂണ്ടൽ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റുകളുടെയും കേന്ദ്രസമിതിയുടെയും റിപ്പോർട്ട് സെക്രട്ടറി MJ ജോസും ഭക്തസംഘടന ഏകോപന സമിതി റിപ്പോർട്ട് ആൽബർട്ട് ബോസും അവതരിപ്പിച്ചു. കൈക്കാരന്മാരായ സണ്ണി ചീരൻ, CG റാഫേൽ, കേന്ദ്രസമിതി കൺവീനർ MR ആന്റണി, ഭക്തസംഘടന ഏകോപന സമിതി പ്രസിഡന്റ് ജോൺസൺ ചൊവ്വല്ലൂർ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ സ്വാഗതവും കൈക്കാരൻ നിതിൻ ചാർലി നന്ദിയും പറഞ്ഞു. സാന്ത്വന പരിചരണ രംഗത്ത് പുത്തൻ കാൽവെപ്പുമായി മറ്റം സാന്ത്വന ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു. കരിസ്മ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് കെയർ ഡയറക്ടർ ഡോക്ടർ E ദിവാകരൻ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാന്ത്വന ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ VK നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NC വില്യംസ് പാലിയേറ്റീവ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പാലിയേറ്റീവ് കെയർ ജില്ലാ സെക്രട്ടറി ജിസൺ ചുണ്ടൽ, ട്രസ്റ്റിന്റെ ഉപദേശക സമിതി കൺവീനർ ഡോക്ടർ K വത്സലൻ മാത്യു, സെക്രട്ടറി സാബു ജേക്കബ്, വൈസ് ചെയർമാൻ KK അഷ്റഫ്, ട്രഷറർ KL ജോൺസൺ, ട്രസ്റ്റ് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. വിവിധ പാലിയേറ്റീവ് സാമഗ്രികൾ ചടങ്ങിൽ ഭാരവാഹികൾ സ്വീകരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും പ്രായാധിക്യം മൂലം അവശതനുഭവിക്കുന്നവരെയും മാറാരോഗങ്ങൾ, അപകടം, ജന്മനായുള്ള വൈകല്യം തുടങ്ങിയ കാരണങ്ങളാൽ കിടപ്പിലായവരെ ആഴ്ചയിലൊരിക്കൽ വീടുകൾ സന്ദർശിച്ച് പരിചരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാന്ത്വന ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, പാലിയേറ്റീവ് സാമഗ്രികൾ എന്നിവയുമായി പരിശീലനം ലഭിച്ച നഴ്സുമാരുടെ നേതൃത്വത്തിലാണ് കിടപ്പ് രോഗികൾക്കുള്ള പരിചരണം നൽകുന്നത്. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ +2 കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥിയായ ഏഹം ബിച്ച 2025 CBSE +2 പരീക്ഷയിൽ ദേശീയ തലത്തിൽ 2ാം റാങ്ക് നേടി. 500-ൽ 498 മാർക്ക് നേടിയാണ് ഏഹം ബിച്ച വിജയം കൈവരിച്ചത്. എടപ്പാൾ സ്വദേശിയായ ഏഹം ബിച്ച പാഠ്യേതര വിഷയങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. മികച്ച ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുക എന്നതാണ് ഏഹം ബിച്ചയുടെ ആഗ്രഹം. മരുതയൂർ ഗ്രാമത്തിന്റെ പരിണാമത്തെ മുൻനിർത്തി സുപ്രസിദ്ധ നരവംശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അയ്യപ്പൻ എഴുതിയ സോഷ്യൽ റവല്യൂഷൻ ഇൻ എ കേരള വില്ലേജ് എന്ന പുസ്തകത്തിന് 60 വയസ്സ്. മരുതയൂർ ദേശത്തിന്റെ ചരിത്രവും സാമൂഹിക മാറ്റവും പ്രതിപാദിക്കുന്ന പുസ്തകം 60 വർഷങ്ങൾ പിന്നിടുന്ന വേളയിൽ പുസ്തകത്തെക്കുറിച്ചുള്ള പഠനങ്ങളും അനുസ്മരണ പരിപാടികളും സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് ഡോക്ടർ A. അയ്യപ്പൻ ഫൗണ്ടേഷൻ. കേരളത്തിലെ സാമുദായിക വിപ്ലവത്തെക്കുറിച്ചാണ് സോഷ്യൽ റവല്യൂഷൻ ഇൻ എ കേരള വില്ലേജ് എന്ന പുസ്തകം പ്രതിപാദിക്കുന്നത്. 1905-ൽ തൃശൂർ ജില്ലയിലെ മരുതയൂരിൽ ആണ് അയ്യപ്പന്റെ ജനനം. മദ്രാസ് മ്യൂസിയം ഡയറക്ടർ, കോർണൽ യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസർ, ഒറീസയിലെ ഉത്കൽ യൂണിവേഴ്സിറ്റിയിലും ആന്ധ്ര യൂണിവേഴ്സിറ്റിയിലും ആന്ത്രപ്പോളജി പ്രൊഫസർ, കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എന്നിങ്ങനെ നിരവധി തസ്തികകളിൽ സേവനം അനുഷ്ഠിച്ച അദ്ദേഹം സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ സ്ഥാപകാംഗം കൂടിയാണ്. പണിയന്മാർ, നായാടികൾ, കുറിച്യർ തുടങ്ങിയ വിഭാഗങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഗഹനമായ ഗവേഷണം നടത്തി ആധികാരികമായ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭാരതപ്പഴമ, ഈഴവാൾ ആൻഡ് കൾച്ചറൽ ചേഞ്ച്, പേഴ്സണാലിറ്റി ഓഫ് കേരള, ഫിസിക്കൽ ആന്ത്രോപോളജി ഓഫ് നായാഡീസ് ഓഫ് മലബാർ എന്നിങ്ങനെ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. 1965-ലാണ് സോഷ്യൽ റവല്യൂഷൻ ഇൻ എ കേരള വില്ലേജ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. സോഷ്യൽ റവല്യൂഷൻ ഇൻ എ കേരള വില്ലേജ് ഒരു ഗ്രാമത്തിൻ്റെ സാമൂഹ്യ വിപ്ലവം എന്ന പുസ്തകം ഇന്ന് 60 വയസ്സ് പിന്നിടുകയാണ്. പാവറട്ടി മരുതിയൂരിൽ ഐനിപ്പിള്ളി എന്ന ഭവനത്തിൽ ജനിച്ച മദ്രാസ് മ്യൂസിയത്തിൻ്റെ ഫസ്റ്റ് ക്യൂറേറ്ററായും താഴ്ന്ന ജാതിക്കാര് അരികുവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളെക്കുറിച്ച് പഠിക്കുകയും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത് ലോകപ്രശസ്തനായ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകങ്ങളിൽ ഒന്നാണ് സോഷ്യൽ റവല്യൂഷൻ ഇൻ എ കേരള വില്ലേജ്. കർഷക കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റി കടവല്ലൂർ കൃഷിഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കേരകൃഷി സംരക്ഷണത്തിനായി ലോകബാങ്ക് അനുവദിച്ച 139 കോടി രൂപ
സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിക്കാനുള്ള നീക്കത്തിനെതിരെയും നെൽകർഷകരോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയും കൃഷിഭവന് മുന്നിൽ നടത്തിയ ധർണ കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കുന്നംകുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് പി കെ വിനയകുമാർ, നിയോജകമണ്ഡലം സെക്രട്ടറി സുലൈമാൻ സി കെ, മഹേഷ് തിപ്പലശ്ശേരി, റസാഖ് മണിയറക്കോട്, കമറുദ്ദീൻ പെരുമ്പിലാവ്, അബ്ദുറഹ്മാൻ പടിഞ്ഞാക്കര, കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. മന്നലാംകുന്ന് ജുമാഅത്ത് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് സൈഖുൽ ഹൽറമി തങ്ങളുടെ ഉറൂസ് മുബാറക് 2025 തുടക്കമായി. മെയ് 25 വരെയുള്ള ദിവസങ്ങളിലാണ് ഉറൂസ് മുബാറക് നടത്തുന്നത്. വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ജാറത്തിൽ പുതപ്പ് മൂടുകയും മഹല്ല് പ്രസിഡന്റ് AM അലാവുദ്ദീൻ ജാറം പരിസരത്ത് പതാക ഉയർത്തുകയും ചെയ്തു. തുടർന്ന് മസ്ജിദ് മുൻ ഖത്തീബ് ഹാജി കുഞ്ഞിമുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കൂട്ടപ്രാർത്ഥനയുമുണ്ടായി. ഖത്തീബ് CM മുഹമ്മദ് മൻസൂർ യമാനി പുതപ്പുമൂടൽ ചടങ്ങിന് നേതൃത്വം നൽകി. മഹല് അസിസ്റ്റന്റ് മുദരീസ് അബ്ദുറഹ്മാൻ ബാഖവി, സെക്രട്ടറി MK അബൂബക്കർ, ട്രഷറർ കാരയിൽ മുഹമ്മദ് അലി ഹാജി, മജ്ലിസുന്നൂർ കമ്മിറ്റി കൺവീനർ MA ഹനീഫ, ചെയർമാൻ KK ഇസ്മായിൽ, PM ഹംസക്കുട്ടി, സുലൈമാൻ ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ടുമുണ്ടായിരുന്നു. രാത്രിയിൽ വഴിതെറ്റുന്ന കൗമാരം എന്ന വിഷയത്തിൽ സാലിഹ് അൻവരി ചേകനൂരും, വെള്ളിയാഴ്ച ലഹരിവിരുദ്ധ സെമിനാറിൽ ഫിലിപ്പ് മമ്പാട്, ശനിയാഴ്ച വർത്തമാനകാല രക്ഷിതാക്കൾ എന്ന വിഷയത്തിൽ നസീം മന്നാനി കൊല്ലം തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തും. മക്ബറ സിയാറത്ത്, പ്രഗത്ഭ വാഗ്മികളുടെ പ്രഭാഷണങ്ങൾ, മൗലിദ് പാരായണം, മജ്ലിസുന്നൂർ, ലഹരിവിരുദ്ധ സെമിനാർ, ദുആ സമ്മേളനം, ഭക്ഷണ വിതരണം എന്നിവ ഉണ്ടായിരിക്കും. 25-ന് ഞായറാഴ്ച സുബഹി നിസ്കാരാനന്തരം മൗലിദ് പാരായണവും 8:30-ന് ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കും. കേരകർഷകരുടെ വികസനത്തിനു വേണ്ടി ലോകബാങ്ക് അനുവദിച്ച 139 കോടി രൂപ വകമാറ്റി ചെലവ് ചെയ്ത കേരള സർക്കാരിന്റെ നടപടിക്കെതിരെ ഗുരുവായൂർ മണ്ഡലം കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൃഷിഭവന് മുന്നിൽ ധർണ നടത്തി. കേരളത്തിലെ കർഷകരെ സംസ്ഥാന സർക്കാർ നിരന്തരമായി അവഗണിക്കുകയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത് കുറ്റപ്പെടുത്തി. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ മുഖ്യപ്രഭാഷണം നടത്തി. കൌൺസിലർ KPA റഷീദ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് OKR മണികണ്ഠൻ, നിയോജകമണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ്, TK ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാലൻ വാറനാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കേക്കാട് റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന് കീഴിലെ മുഴുവൻ മദ്രസ ഭാരവാഹികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിഷ്കരിച്ച പാഠപുസ്തക പരിചയ ശില്പശാല നടത്തി. കല്ലിങ്ങൽ ഹിദ്മത്തുൽ ഇസ്ലാം മദ്രസയിൽ നടത്തിയ ശില്പശാല റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ് ഹസൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കുഞ്ഞുമൊയ്ദ് ഹാജി അധ്യക്ഷത വഹിച്ചു. റേഞ്ച് പരീക്ഷാ ബോർഡ് ചെയർമാൻ അഷ്റഫ് മൗലവി, വൈസ് ചെയർമാൻ റാഫി അൻവരി, ജോയിന്റ് സെക്രട്ടറി ഫൈസൽ റഹ്മാനി, സെക്രട്ടറി അബ്ദുൽ ഗഫൂർ അറക്കൽ, റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെക്രട്ടറി നവാസ് റഹ്മാനി എന്നിവർ പങ്കെടുത്തു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുഫ്തി ഇല്യാസ് അൻവരി ക്ലാസിന് നേതൃത്വം നൽകി. ആശാസമരം ജനാധിപത്യത്തിന്റെ ആഘോഷമാണെന്ന് സ്വാഗത സംഘം ജില്ലാ കൺവീനർ പ്രൊഫസർ കുസുമം ജോസഫ് പറഞ്ഞു. ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സമരയാത്രാ ക്യാപ്റ്റൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദുവിനെ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ തന്റെ ഒരു മാസത്തെ ഓണറേറിയമായ 9,500 രൂപ ക്യാപ്റ്റൻ MA ബിന്ദുവിന് കൈമാറി. നഗരസഭാ കൌൺസിലർ ബിജു C ബേബി അധ്യക്ഷത വഹിച്ചു. ആശാ വർക്കർ CL സ്റ്റെല്ല, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, CMP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PRN നമ്പീശൻ, ഏരിയ സെക്രട്ടറി VG അനിൽ, KHWA സംസ്ഥാന പ്രസിഡന്റ് VK സദാനന്ദൻ, RMPI ജില്ലാ കമ്മിറ്റി അംഗം VK തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിന്റെ നഗരങ്ങളിലൂടെ, ഗ്രാമങ്ങളിലൂടെ, തെരുവോരങ്ങളിലൂടെ ജനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട്, ജനങ്ങളുടെ ഐക്യദാർഢ്യം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ശ്രീമതി ബിന്ദുവും സംഘവും ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ കുന്നംകുളത്തെ ജനത്തിനും ഈ വിഷയം ഗൗരവത്തിൽ മനസ്സിലായിട്ടുണ്ട്, ജനപ്രതിനിധികൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന് സർക്കാർ കൊടുക്കുന്ന ഓണറേറിയം അപ്പാടെ തന്നെ ജാഥ ക്യാപ്റ്റന് കൈമാറുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എല്ലാ നിലയ്ക്കും ഈ സമരം വിജയിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. സാറിന്റെ പഞ്ചായത്ത് ആരോഗ്യത്തിന് പല അവാർഡും വാങ്ങിയത് ഞങ്ങളും കൂടെ കഷ്ടപ്പെട്ടിട്ടല്ലേ? ഗതികേട് കൊണ്ടാണ് ഞങ്ങൾ പണിക്ക് വരുന്നത്. എന്തിനാ ഇത്ര ഗതികേട്? നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ പണിക്ക് വെക്കൂടെ? സാറേ,
വീട്ടിലെ പണിയും കഴിഞ്ഞ് രാവിലെ 8 മണിക്ക് ഇവിടെ എത്തുന്നതാ. പോളിയോയും ഭവന സന്ദർശനവും രോഗീ പരിചരണവും ഒക്കെ ഞങ്ങളല്ലേ ചെയ്യുന്നത്. അശ്വമേധവും ശൈലി സർവേയും ഒക്കെ കഴിഞ്ഞ് രാത്രി ഒരു സമയത്താണ് വീട്ടിലെത്തുന്നത്. ഗുരുവായൂർ ശ്രീ പെരുന്തട്ട് ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും ദ്രവ്യകലശവും മെയ് 25, 26, 27 തീയതികളിൽ നടക്കും. ചടങ്ങുകൾക്ക് ഗുരുവായൂർ തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മെയ് 25-ന് ദീപാരാധനയ്ക്ക് ശേഷം സാംസ്കാരിക സദസ്സും ശ്രീകോവിൽ പിച്ചള പൊതിഞ്ഞതിന്റെ സമർപ്പണവും ഉണ്ടാകും. സാംസ്കാരിക സമ്മേളനം കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പെരുന്തട്ട് ശിവക്ഷേത്ര പരിപാലന സമിതി പ്രസിഡന്റ് കോങ്ങാട്ടിൽ അരവിന്ദാക്ഷ മേനോൻ അധ്യക്ഷത വഹിക്കും. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ ഹരിഹരകൃഷ്ണൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും. പെരുന്തട്ട് ശിവക്ഷേത്ര പരിപാലന സമിതി അംഗങ്ങളായ ആർ പരമേശ്വരൻ, കോങ്ങാട്ടിൽ അരവിന്ദാക്ഷ മേനോൻ, കെ രാമകൃഷ്ണൻ ഇളയത്, മുരളീധരൻ മണ്ണുങ്ങൽ, സുധാകരൻ നമ്പ്യാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ 1500 തിരുശേഷിപ്പുകളുടെ പൊതുദർശനവും വണക്കവും മെയ് 24 ശനിയാഴ്ച വൈകിട്ട് 5:30 വിശുദ്ധ കുർബാനയോടെ തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ അതിരൂപതയിൽ ആദ്യമായിട്ടാണ് 1500 തിരുശേഷിപ്പുകളുടെ പൊതുദർശനത്തിനും വണക്കത്തിനുമുള്ള സൗകര്യമൊരുക്കുന്നത്. 25-ാം തീയതി ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 9 മണി വരെ വിശ്വാസികൾക്കും പൊതുജനങ്ങൾക്കും തിരുശേഷിപ്പുകൾ കാണുന്നതിനും വണങ്ങുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമുള്ള സൗകര്യമുണ്ടായിരിക്കും. കത്തോലിക്ക സഭയുടെ ജൂബിലി വർഷത്തിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടിയിൽ ഈശോയെ കുരിശിൽ തറച്ചപ്പോൾ ശിരസിൽ അണിച്ച മുൾക്കിരീടത്തിന്റെ ഒരു ഭാഗം, പരിശുദ്ധ മാതാവിന്റെ ശിരോവസ്ത്രത്തിന്റെ ഒരു ഭാഗം, വിശുദ്ധ ഔസേപിതാവിന്റെ പാലിയത്തിന്റെ ഒരു ഭാഗം, 12 ശ്ലീഹാമാരുടെയും വിശുദ്ധരുടെയും വേദപാരംഗതരുടെയും ഭാരതത്തിലെ വിശുദ്ധരുടെയും ABC കാറ്റഗറിയിലുള്ള തിരുശേഷിപ്പുകൾ എന്നിവ ഉണ്ടാകും. ക്രമീകരണങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഡൈസൺ മുണ്ടോപുറം, കൈക്കാരന്മാരായ KG ബാബു, പേൾജു ബി ചുങ്കത്ത്, CN ഇമ്മാനുവൽ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകും. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ഡൈസൺ മുണ്ടോപുറം, കൈക്കാരന്മാരായ KG ബാബു, പേൾജു ബി ചുങ്കത്ത്, പബ്ലിസിറ്റി കൺവീനർ രാജു ബി ചുങ്കത്ത്, PRO VC ജോസി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MA ബിന്ദു നയിക്കുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് ചാവക്കാട് സ്വീകരണം നൽകി. ചാവക്കാട് പൗരാവലിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ KV ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. പൗരാവകാശവേദി ജില്ലാ പ്രസിഡന്റ് നൌഷാദ് തെക്കുംപുറം, തോമസ് ചിറമൽ, ഫിറോസ് തൈപ്പറമ്പിൽ, അബ്ദുൾ മനാഫ്, ഫൈസൽ കാനാമ്പുള്ളി, ആശാ വർക്കർമാരായ സുശീല ഗോപാലൻ, സുലൈഖ, ജ്യോതി എന്നിവർ സംസാരിച്ചു. തെരുവ് നാടകവും ഉണ്ടായിരുന്നു. SKMMA അണ്ടത്തോട് റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അംഗങ്ങൾക്കുള്ള ശില്പശാല അണ്ടത്തോട് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ നടത്തി. സമസ്ത മുഫത്തിഷ് മുഹമ്മദ് ജുനൈസ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. മാനേജ്മെന്റ് അസോസിയേഷൻ റേഞ്ച് പ്രസിഡന്റ് അബു മാലിക്കുളം അധ്യക്ഷത വഹിച്ചു. ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഫൈസി, സെക്രട്ടറി സ്വാലി ഫൈസി, ഹംസ അംബാല, ഷംസുദ്ദീൻ, അബു കണ്ണാണത്ത്, ഷഹീർ മന്നലാംകുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് ഡ്രൈവർമാർക്കും ആയമാർക്കും ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നൽകി. പെരുമ്പിലാവ് അൻസാർ എഡ്യൂക്കേഷൻ ക്യാമ്പസിൽ നടത്തിയ ക്ലാസ്സിൽ വടക്കാഞ്ചേരി RTOയ്ക്ക് കീഴിൽ വരുന്ന 8ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി 100-ലധികം ഡ്രൈവർമാരും ആയമാരും പങ്കെടുത്തു. വടക്കാഞ്ചേരി ജോയിന്റ് RTO K അഫ്സൽ അലി ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ EM ഫിറോസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ, COA PA റഷീദ്, എഡ്യൂക്കേഷൻ വെഹിക്കിൾ സൂപ്പർവൈസർ ഷാജഹാൻ എന്നിവർ നേതൃത്വം നൽകി. വിപണി. എരുമപ്പെട്ടിയിൽ 23 വർഷമായി പ്രവർത്തിച്ചുവരുന്ന ആൻസ് ബ്യൂട്ടി പാർലറിന്റെ നവീകരിച്ച ഷോറൂം എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിക്ക് മുൻപിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പള്ളി സഹവികാരി ജീസ് അക്കരപ്പറ്റയിൽ സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് നടത്തുകയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു.
ഡോക്ടർ മോൾസി പോൾ, ഡോക്ടർ എഡ്ബർട്ട് സൈമൺ, പഞ്ചായത്ത് അംഗങ്ങളായ MC ഐജു, MK ജോസ്, സുധീഷ് പറമ്പിൽ, റീന വർഗീസ്, എരുമപ്പെട്ടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MV ബാബു മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളായി. പ്രൊപ്രൈറ്റർ ആനി ജോസ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഹൈപ്പർ പിഗ്മെന്റേഷൻ, മെലാസ്മ, ഹൈഡ്രാബ്രൈറ്റിംഗ്, കൊറിയൻ ട്രീറ്റ്മെന്റ്സ് എന്നിവയും എല്ലാവിധ ഹെയർ ട്രീറ്റ്മെന്റും, അരിമ്പാര കരിച്ചു കളയൽ, വിവിധ തരത്തിലുള്ള മേക്കപ്പുകളും ചെയ്തു നൽകുന്നു. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിച്ച് പ്രാക്ടീസും നൽകും. ബുക്കിംഗിനായി ബന്ധപ്പെടുക 9744500806. കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ K. ദാമോദരന്റെ സ്മരണയ്ക്കായി ഗുരുവായൂർ K. ദാമോദരൻ അക്കാദമി ഏർപ്പെടുത്തിയ 2025 K. ദാമോദരൻ സാഹിത്യ പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിച്ചു. 2023-24 വർഷങ്ങളിൽ ഒന്നാം പതിപ്പായി പ്രസിദ്ധീകരിച്ച മലയാള കവിതാ സമാഹാരത്തിനാണ് അവാർഡ് നൽകുന്നത്. 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുസ്തകങ്ങൾ പ്രസാധകർക്കും അയക്കാം. പുസ്തകങ്ങളുടെ 4 കോപ്പികൾ വീതം ജൂൺ 10 മുമ്പ് സെക്രട്ടറി K. ദാമോദരൻ അക്കാദമി, എടപ്പുള്ളി റോഡ്, ഗുരുവായൂർ PO, തൃശൂർ 680101 എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,975 രൂപ, പവന് 71,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 111 രൂപ. ചരമം. കൊല്ലമ്പടിയിൽ താമസിക്കുന്ന കാരങ്ങിൽ ബാപ്പുട്ടി മകൻ കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്ന അബ്ദുൾ ഖാദർ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം എരുമപ്പെട്ടി ജുമാ മസ്ജിദിൽ നടന്നു. സഫിയ ഭാര്യയും ജുനൈദ്, ജുമൈല, ജുഫൈർ എന്നിവർ മക്കളുമാണ്. വടക്കേക്കാട് 4 കല്ല് കിഴക്കുഭാഗം തറയിൽ പാരത്തി അപ്പുണ്യ മകൻ ബാലൻ നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അവിവാഹിതനാണ്. പാറേമ്പാടം കൊല്ലംകുളങ്ങര പരേതനായ പ്രഭാകരൻ ഭാര്യ സുമിത്ര നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് വീട്ടുവളപ്പിൽ നടക്കും. രാജീവ്, സഞ്ജീവ്, പ്രജീവ് എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയ ശതമാനം കുറഞ്ഞു. 77.81% വിജയം. അക്കിക്കാവിൽ നിയന്ത്രണം വിട്ട ഗ്യാസ് വിതരണ വണ്ടി ഇടിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. സൈക്കിൾ യാത്രികനായ കൊരട്ടിക്കര കൊച്ചുപറമ്പിൽ മെഹബൂബിന്റെ മകൻ ഫൗസിയാനാണ് മരിച്ചത്. ഞമനേങ്ങാട് നമ്പീശൻപടി റോഡിൽ ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തടം സെന്ററിന് സമീപം റോഡിന്റെ വശം ഇടിഞ്ഞു താഴ്ന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് കാരണമെന്നാരോപിച്ച് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. കൈപ്രമ്പ് തലക്കോട്ടുകര റോഡിൽ സെന്റ് ജോസഫ് കപ്പേളയ്ക്ക് സമീപം KSRTC ദീർഘദൂര സൂപ്പർഫാസ്റ്റ് ബസ് കുടുങ്ങി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രികർ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.